അതീവ സുരക്ഷയുള്ള ചൈനയുടെ ആ പ്രദേശത്തേക്ക് ട്രംപിനെ ഷീ ക്ഷണിച്ചതിനു പിന്നിൽ പുറത്തുവരുന്നത് രഹസ്യങ്ങളാണ്. ബീജിംഗ് വ്യാപാരം ഉൾപ്പെടെ ഭിന്നത നിലനിൽക്കുന്ന കാര്യങ്ങളിൽ പരിഹാരമുണ്ടായെങ്കിലും ചൈന സന്ദർശനം സൗഹാർദ്ദപൂർവ്വം അവസാനിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച മടങ്ങി. സന്ദർശനത്തിന്റെ അവസാന പ്രഭാതത്തിൽ ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിന്റെ രാഷ്ട്രീയ സിരാകേന്ദ്രവും അതിസുരക്ഷാ മേഖലയുമായ ജോഗ്നാൻഹായിലാണ് ട്രംപ് ചിലവഴിച്ചത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനൊപ്പം ട്രംപ് ശ്രദ്ധാപൂർവം പരിപാലിക്കപ്പെടുന്ന ജോഗ്നാൻഹായി പൂന്തോട്ടങ്ങളിലൂടെ നടന്നു. റോസാപ്പൂക്കൾ കണ്ടാസ്വദിക്കുന്നതിനിടെ അവയുടെ തൈകൾ അയച്ചു നൽകാമെന്നും ഷീ വാഗ്ദാനം ചെയ്തു. പിന്നീട് ചായയും ഉച്ചഭക്ഷണവും കഴിക്കുന്നതിനായി ഇരുവരും ഒരുമിച്ചിരുന്നു. തുടർന്ന് ചർച്ചകൾ പുനരാരംഭിച്ചു. വൈറ്റ് ഹൌസിനോടും ക്രെംലിനോടും താരതമ്യപ്പെടുത്താറുള്ള ജോഗ്നാൻഹായി ചൈനയിലെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള സ്ഥലങ്ങളിലൊന്നാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചുവർ ഭിത്തികൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഈ സ്ഥലം പുറത്തുനിന്നുള്ളവർക്ക് അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ്. ഏതാനും US പ്രസിഡന്റുമാർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം ലഭിച്ചിട്ടുള്ളത്. വിശാലമായ ഈ പുരയിടത്തിന് ചുറ്റുമുള്ള സുരക്ഷ അതിശക്തമാണ്. ചൈനയുടെ ഉന്നത നേതൃത്വത്തെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഒരു പ്രത്യേക സൈനിക വിഭാഗമാണ് പ്രവേശനം നിയന്ത്രിക്കുന്നത്. കൂടാതെ ഈ പ്രദേശത്തിന്റെ ചിത്രങ്ങളും ഭൂപടങ്ങളും ഓൺലൈനിൽ കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാര കേന്ദ്രമാകുന്നതിന് വളരെ മുൻപ് ജോഗ്നാൻഹായി ചൈനീസ് ചക്രവർത്തിമാർക്ക് നഗരത്തിൽ നിന്നും മാറി വിശ്രമിക്കാനുള്ള ഒരു പൂന്തോട്ടമായി വർത്തിച്ചിരുന്നു. വെള്ളിയാഴ്ച നടന്ന കൂടിക്കാഴ്ചയുടെ ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം ഷീ എടുത്തു പറഞ്ഞു. 2017 ട്രംപ് പ്രസിഡന്റായതിനു ശേഷം നടന്ന ആദ്യ കൂടിക്കാഴ്ചയിൽ ഫ്ലോറിഡയിലെ അദ്ദേഹത്തിന്റെ മാരാ എ ലാഗോ എസ്റ്റേറ്റിൽ ട്രംപ് ഷീയെ സ്വീകരിച്ചതിന്റെ പകരമായാണ് ജോഗ്നാൻഹായി തിരഞ്ഞെടുത്തതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. കോമ്പൗണ്ടിനുള്ളിലെ 2 തടാകങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ജോഗ്നാൻഹായി ഒരു തൊഴിലിടം മാത്രമല്ല, ചൈനയുടെ മുതിർന്ന നേതാക്കളുടെ താമസ സ്ഥലം കൂടിയാണ്. ഞാൻ ഉൾപ്പെടെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും ജോലി ചെയ്യുന്നതും താമസിക്കുന്നതും ഈ സ്ഥലത്താണ്, ട്രംപിനോട് ഷീ പറഞ്ഞതായി CNN റിപ്പോർട്ട് ചെയ്തു. 490 വർഷം പഴക്കമുള്ള ഒരു മരം ഉൾപ്പെടെ നിരവധി പുരാതന മരങ്ങളെ ഷീ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിച്ചു. 1000 വർഷത്തിലധികം പഴക്കമുള്ള മരങ്ങൾ ഉണ്ടെന്നും ട്രംപിനോട് ഷീ പറഞ്ഞു. നല്ല സ്ഥലമാണെന്നും തനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായും ട്രംപ് വ്യക്തമാക്കി. 1912 ചൈനയുടെ സാമ്രാജ്യത്വ സമ്പ്രദായം അവസാനിപ്പിച്ചതിന് ശേഷം ജോഗ്നാൻഹായി ഒരു പ്രസിഡൻഷ്യൽ വസതിയായി രൂപാന്തരപ്പെട്ടു. ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയ ശേഷം മാവോ സേതുങ്ങിനെതിരെ ചൈനയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കേന്ദ്രമായി സ്ഥാപിച്ചു. പുരാതന ക്ഷേത്രങ്ങൾ, പവലിയനുകൾ, പൂന്തോട്ടങ്ങൾ എന്നിവ നിലനിർത്തിക്കൊണ്ട് ഓഫീസുകൾ, താമസ സ്ഥലങ്ങൾ, വിനോദ സൗകര്യങ്ങൾ എന്നിവയോടെ വികസിപ്പിക്കുകയും ആധുനികവൽക്കരിക്കുകയും ചെയ്തു. ഏകദേശം 1500 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ജോഗ്നാൻഹായി ഇന്നും ചൈനയുടെ രാഷ്ട്രീയ ഉന്നതരുടെ പ്രതീകമായി നിലനിൽക്കുന്നു. മുൻപ് അമേരിക്കൻ പ്രസിഡന്റുമാർ ഈ കോമ്പൗണ്ട് സന്ദർശിച്ചിട്ടുണ്ട്. 1972 ചൈനയിലേക്കുള്ള സന്ദർശന വേളയിൽ റിച്ചാർഡ് നിക്സൺ മാവോ സേതുങ്ങുമായി ഇവിടെ എത്തിയിരുന്നു. ജോർജ് W. ബുഷ് അന്നത്തെ ചൈനീസ് പ്രസിഡന്റ് ജിയാങ് സെമിനൊപ്പം ജോഗ്നാൻഹായിൽ സന്ദർശനം നടത്തിയിരുന്നു. ബരാക് ഒബാമ 2014 ഷിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം ചൈനയുടെ പ്രസ്താവനയിൽ മറ്റൊരു പ്രധാന സന്ദേശവും ഉണ്ടായിരുന്നു. സമഗ്രവും നിലനിൽക്കുന്നതുമായ വെടിനിർത്തൽ മിഡിൽ ഈസ്റ്റിൽ ദീർഘകാല സമാധാനത്തിനും സുരക്ഷാ ഘടനയ്ക്കും അടിത്തറ പാകേണ്ടതുണ്ടെന്ന് ചൈന തുറന്നു പറഞ്ഞു. ഇത് ചൈന ഇനി വെറും സാമ്പത്തിക ശക്തി മാത്രമല്ല, ആഗോള രാഷ്ട്രീയ മധ്യസ്ഥനായി സ്വയം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന വിലയിരുത്തലുകളും ശക്തി നൽകുന്നു. ട്രംപിനും ഈ സന്ദർശനം ആഭ്യന്തര രാഷ്ട്രീയപരമായും നിർണായകമാണ്. ശക്തമായ നേതാവെന്ന തന്റെ പ്രതിച്ഛായ ഉറപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ചൈനയുമായി വലിയ കരാറുകൾ ഉണ്ടാക്കിയെന്ന അവകാശവാദം അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഗുണകരമാകും. പ്രത്യേകിച്ചും അമേരിക്കൻ വ്യവസായങ്ങൾക്കും കർഷകർക്കും ചൈനീസ് വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്ന സന്ദേശം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. ലോകം ഇപ്പോൾ ഒരു പുതിയ ബഹുദ്രുവ രാഷ്ട്രീയ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അമേരിക്ക, ചൈന, റഷ്യ, യൂറോപ്യൻ ശക്തികൾ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എല്ലാവരും പുതിയ സഖ്യങ്ങളും പുതിയ താൽപര്യങ്ങളും രൂപപ്പെടുത്തുകയാണ്. അത്തരമൊരു സമയത്ത് ചൈനയിൽ നടന്ന ട്രംപ് ഷീ കൂടിക്കാഴ്ച വെറും നയതന്ത്ര ചിത്രങ്ങളോ സൗഹൃദ കൈകുലുക്കങ്ങളോ മാത്രമല്ല, ലോകരാഷ്ട്രീയത്തിന്റെ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കുമെന്നതിന്റെ സൂചനകളാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.